ഇന്ത്യയിൽ നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോ പ്രകാരം 2021 31,677 റേപ്പ് കേസസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതേ 2021 നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ സുരക്ഷിതമായിട്ടുള്ള നഗരങ്ങളിൽ 1-ാം സ്ഥാനത്തായിരുന്നു കൊൽക്കത്ത എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനം ഇന്ത്യക്ക് കിട്ടിയിട്ട് ആഘോഷിക്കുന്ന 78ാമത്തെ വർഷത്തിൻ്റെ തലേ ദിവസം ഓഗസ്റ്റ് 14-ാം തീയതി ഒരു കുട്ടി MBBS പഠിക്കുന്നു, അതിനുശേഷം PG എടുക്കുന്നു, അതിനുശേഷം ഹൗസ് സർജനായിട്ട് പ്രാക്ടീസ് ചെയ്ത് നാളെ ഡോക്ടറായി ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷിക്കാനുള്ള ഒരു കുട്ടിയെ അവരെ പഠിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നു. ഇന്ന് എവിടെ നോക്കിയാലും അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നതും, ഏത് ന്യൂസ് നമ്മൾ എടുത്ത് നോക്കിയാലും അതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും നാടൊട്ടാകെ ഭയങ്കരമായൊരു പ്രതിഷേധം നടക്കുവാണെന്ന്. ഇതെല്ലാവർക്കും അറിയാം, ഇത് പച്ചയായ രാഷ്ട്രീയമാണ്, വേറൊരു തേങ്ങയല്ല ഇതിനകത്ത് നടക്കുന്നത്. എന്താണ് ഞാൻ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സമാധാനപരമായിട്ട് മെഴുകുതിരി പ്രതിഷേധം നടത്തി അവൾക്കെതിരെ കുറേ ഗുണ്ടകൾ ഇറങ്ങുന്നു, അവിടെ ഭയങ്കരമായിട്ട് പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നു, ആ വിഷയം എക്സ്കലേറ്റ് ചെയ്യുന്നു. സകലമാന ന്യൂസ് ചാനൽസിലും അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. ഈ പീഡനത്തിന് ശേഷം ഓഗസ്റ്റ് 14-ന് ശേഷം ഈ പറയുന്ന 5 ദിവസത്തിനിടെ 4 ദളിത് കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ബീഹാറിൽ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും എവിടെയും ആരും സംസാരിക്കുന്നില്ല. എന്നാൽ അതിന് ന്യൂസ് വാല്യൂ ഇല്ല, അതുകൊണ്ട് ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളൊരു കാര്യം, ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ ഭയങ്കരമായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം അതിലൂടെ പ്രതിഷേധം ഭയങ്കരമായിട്ട് കൂടും, അതിലൂടെ നമ്മുടെ ഇന്ത്യ മൊത്തത്തിലങ്ങ് മാറും, നാളെ നമ്മളെ നിയമഘടന മൊത്തത്തിൽ ചേഞ്ച് ആവുമെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇതിനകത്ത് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. നിങ്ങളുടെ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളടുത്ത് വന്ന് പറഞ്ഞാൽ നല്ലതാണെങ്കിൽ അവരുടെ അടുത്ത് മാറിപ്പോ, അതൊന്നും വേണ്ട, സേഫ്റ്റി അല്ല എന്ന് പറയുന്നതിലുപരി അവരെ സ്വപ്നം തല്ലി തകർക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും കൊച്ചിലെ തന്നെ അവരുടെ അടുത്ത് ചെക്ക് കളിക്കാൻ അപ്പുറത്ത് പോയി ക്യാരം ബോർഡ് കളി, ഷെഡിൽ കളി പഠിപ്പിക്കുന്നതിന് പകരം അവരെ കളരി പഠിപ്പിക്കുക, മാർഷൽ ആർട്സ് പഠിപ്പിക്കുക, ബോക്സിംഗ് പഠിപ്പിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കാൻ പറ്റും സ്വന്തമായിട്ട് സ്വയം പ്രാപ്തിയാക്കുക. ഏതൊരുത്തൻ വന്നിട്ട് മോശമായിട്ട് ഒരു പെരുമാറൽ അവരുടെ അടുത്ത് പെരുമാറിയാലോ അപമര്യാദയായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആരെയും കൂട്ടില്ലെങ്കിലും സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക. അല്ലാതെ അവരെ സ്വപ്നം തല്ലി തകർക്കുകയല്ല വേണ്ടുന്നത്. നമ്മൾ മാതാപിതാക്കൾ ഓരോരുത്തരും ചെയ്യാനുള്ളൊരു സംഭവം അതാണ്. എനിക്കും പെൺകുട്ടിയാണ്, ഞാനും അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. അല്ലാതെ എൻ്റെ മോളൊരു നാളെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ നിങ്ങളെ പോലെ നിങ്ങളടുത്ത് വന്നൊരു കാര്യം പറയുമ്പോൾ അതൊന്നും ചെയ്യരുത്, അതൊന്നും സേഫ്റ്റി അല്ല, നീ അങ്ങ് ഒതുങ്ങി പതുങ്ങി അങ്ങ് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് ഞാൻ മിണ്ടാ നിൽക്കണം, അങ്ങനെ പഠിപ്പിക്കരുത്. സ്വന്തമായിട്ട് ഏതൊരു കാര്യത്തിനും പ്രതികരിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക. അതിനവരെ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആക്കുക, വാക്കുകൊണ്ടല്ല, ശാരീരികമായിട്ട് പ്രതിഷേധിക്കാൻ പഠിപ്പിക്കുക. ഏതൊരാൾ വന്നാലും അവരെ ഡിഫെൻഡ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എന്ത് വന്നാലും ഞങ്ങളുണ്ട് മോളെ, ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എണ്ണം കുറയും. അല്ലാതെ ഇവിടെ ആരും ചേഞ്ച് ചെയ്ത് ലോകം നന്നാക്കും നിങ്ങൾ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യം തപ്പി പോകണം. അപ്പോൾ ഇത് എനിക്ക് ഓരോ മാതാപിതാക്കളടുത്തും പറയാനുള്ളതാണ്. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, എൻ്റെ ഒരു മാനസികാവസ്ഥ കൊണ്ട് പറഞ്ഞതാണ്. ബാക്കി നിങ്ങളെല്ലാവരും ഒരാളെങ്കിലും ഇതിലൂടെ ഇങ്ങനൊരു തീരുമാനം എടുക്കും ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.